വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് മീഡിയയിൽ കാണാൻ കഴിയുണ്ടായി. ഇത് പ്രത്യേകമായ ഒരു വിഭാഗത്തിൻ്റെ മാത്രം ആവശ്യമാണ്, മതസംഘടനകൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടേണ്ടതില്ല എന്ന രീതിയിലൊക്കെ ഒരു പരാമർശം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയിൽ നിന്ന് കിട്ടും. അത് ഏതായിരുന്നാലും പിൻവാങ്ങുന്ന പ്രശ്നമില്ല എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം മീഡിയ പ്രവർത്തനയോട് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ന്യായമായ ഒരു ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചത്. സമൂഹം ഇതിനോടൊപ്പമുണ്ട്. 12 ലക്ഷം മക്കളുടെ വിദ്യാഭ്യാസം, ഒരു മതപഠന വിദ്യാഭ്യാസ മദ്രസയിൽ എന്താണ് നടക്കുന്നത്? മദ്രസയിൽ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പഠനം മാത്രം നടക്കുന്നത്. കേരളത്തിലെ മദ്രസ എന്ന് പറയുമ്പോൾ തുറന്ന പുസ്തകമാണ്, ആർക്കും എപ്പോഴും വന്ന് നോക്കാം. നമ്മുടെ മക്കളെ നല്ല ധാർമ്മിക ബോധമുള്ള, സമൂഹത്തിന് ഉപകരിക്കുന്ന, കുടുംബത്തിന് ഉപകരിക്കുന്ന, സ്വന്തം മാതാപിതാക്കൾക്ക് അനുസരണമുള്ള ഒരു ഉത്തമ പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഈ മദ്രസ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേറെ ഏതോ ഒരു സംഗതിയല്ല. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേകം നമുക്കറിയാം, ഈ സാമൂഹ്യ അന്തരീക്ഷം ഇവിടെ നിലനിൽക്കാൻ പ്രധാനപ്പെട്ട കാരണം ഈ മദ്രസ സംവിധാനമാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ജൂൺ 11 തുറന്നു പറയുകയുണ്ടായി, തിരുവനന്തപുരത്തെ മസ്കത്ത് ഹോട്ടലിൽ വെച്ച് സമസ്തയുടെ സാന്നിധ്യം ഈ കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. അങ്ങനെ നന്മ മാത്രം പ്രസരിക്കുന്ന, നന്മ മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഈ ആവശ്യം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുമ്പോട്ട് പോവാൻ ഒരു ഭരണകൂടത്തിനാവില്ല. അതുകൊണ്ട് ഈ സമര ഉസ്താദ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പറയും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ ആവശ്യം ന്യായമാണ്, ചർച്ചയ്ക്ക് വിളിക്കുക. അപ്പോൾ ഞങ്ങൾ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം ഞങ്ങളുടെ മുമ്പിലുണ്ട് സർക്കാരിന് വെക്കാൻ. 220 വർക്കിൻ്റെ ഉറപ്പ് വരുത്തണം, 1100 പഠന സമയം ഉറപ്പുവരുത്തണം എന്ന് റൈറ്റ് എഡ്യൂക്കേഷൻ ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമേ കോടതിയും പറഞ്ഞിട്ടുള്ളൂ. അത് ഓൾറെഡി KER അതാ പറഞ്ഞിട്ടുള്ളത്, RTU അതാണ് പറഞ്ഞിട്ടുള്ളത്. ആ പഠന സമയം ഉറപ്പുവരുത്തണം. ഞങ്ങൾക്കും പറയാനുള്ള അതാണ്, കുട്ടികളുടെ പഠന സമയം ഒരു നിലക്കും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ഒരു സ്കൂൾ തുറന്ന് ഒരാഴ്ച പിന്നിട്ട് ഒരു മാസത്തോളം പിന്നിട്ടപ്പോഴത്തിന് 6 or 7 ലീവുകളാണ് നമ്മുടെ മക്കൾക്ക് ഉണ്ടായിട്ടുള്ളത്. കാലവർഷക്കെടുതി, അതൊക്കെ പഠന സമയം നഷ്ടപ്പെടുകയാണ്. അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കണം. അതിനൊക്കെ പരിഹാരം പോംവഴികളുണ്ട്. ഒരു വട്ടമേശയ്ക്ക് ഇരുന്ന് ചുറ്റും ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള രൂപരേഖ സമർപ്പിക്കാൻ തയ്യാറാണ്. കുട്ടികൾക്ക് പഠനാവസ്ഥ നഷ്ടപ്പെടില്ല. അപ്പോൾ ഏതോ ഒരു കോടതി വിധി